നമ്മൾ എയർ കണ്ടീഷൻ ഇടുമ്പോൾ അത് 27 ഡിഗ്രി സെൽഷ്യസിൽ താഴരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു 25 ഡിഗ്രി ആയിട്ടെങ്കിലും നമ്മുടെ AC ഫിറ്റ് ചെയ്യണം. എന്നോട് മുൻ വൈദ്യുതി മന്ത്രി നമ്മുടെ AK ബാലൻ തന്നെ ഒരു ട്രെയിൻ യാത്രയിൽ എന്നോട് നേരിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തണം. രാത്രികാലങ്ങളിലെ ഉപയോഗം, അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. അതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. മിനിസ്റ്ററുടെ പ്രധാന ആരോപണം കഴിഞ്ഞ 10 വർഷം ഇത്തരം രാത്രി സമയങ്ങളായി കഴിഞ്ഞാൽ TV, ഫ്രിഡ്ജ് അതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഈവൻ ഫാൻ പോലും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന ചില സ്പോട്ട് ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, ആഡംബര ലൈറ്റുകൾ, അത് ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ നിങ്ങൾ നിർത്തണം. നിങ്ങൾ ഈ ചെയ്യുന്നതിൽ കൂടി ഈ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒരേപോലെ അനുഭവിക്കാൻ പോവുകയാണ്. എന്താണ്? ഇന്ദിരാ കട്ട്, പവർ കട്ടല്ല, ഇന്ദിരാ കട്ട്. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരളത്തിൽ പവർ കട്ട് എന്ന് പറയുന്നൊരു സാധനം നമുക്ക് അറിയില്ലായിരുന്നു, എന്താണെന്ന് അറിയില്ലായിരുന്നു. അതിനുശേഷം ഈ ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പവർ കട്ടോട് പവർ കട്ടാണ്. ശരിയാ, ഈ കമൻറ്റ് ബോക്സിൽ കുറേ പേര് വന്ന് മെഴുകുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ 10 വർഷക്കാലം പവർ കട്ട് ഇല്ലായിരുന്നു, നിന്നോട് ആരാടാ അടിമയെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട്. ശരിയാണ്, ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ആയിട്ട്, 10 വർഷത്തിന് ശേഷമാണ് കേട്ടോ, 10 വർഷത്തിന് മുൻപല്ല, 10 വർഷത്തിന് ശേഷം ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. അത് ശരിക്കും പവർ കട്ടായിരുന്നു. ഇന്ന് സർക്കാർ ഇരിക്കുന്ന സമയത്ത്, ഇന്നത്തെ പൂക്കികൾ ഇരിക്കുന്ന സമയത്ത്, വിസ്മയങ്ങൾ കാണിക്കുന്ന പൂക്കികൾ ഇരിക്കുന്ന സമയത്തുള്ളത് പവർ കട്ടല്ല. ഈ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായില്ല. എന്താ ഉള്ളത് പകരം? ഇന്ദിരാ കട്ടാണ്. അന്ന് പവർ കട്ടായിരുന്നെങ്കിൽ ഇന്ന് ഇന്ദിരാ കട്ടാണ്. ഇതായിരിക്കും ചിലപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകുന്ന ന്യായീകരണ തൊഴിലാളികളായിട്ടുള്ള അടിമ കോമാളികൾ പറയുന്നതിലുള്ള, അല്ല അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം, അല്ല അതിൻ്റെ പിന്നിലുള്ളൊരു വ്യത്യാസം. ഇത് മനസ്സിലായില്ലല്ലോ. എനിക്ക് ഇപ്പോഴാണ്, ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി ചിന്തിച്ചു കേട്ടോ. ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്താണല്ലോ കൂടുതൽ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ഓർമ്മ വരിക. അപ്പോൾ അങ്ങനെ അതായിരുന്നു. ശരിയാണ്, ഞാൻ ആ കമൻ്റ് ഇട്ടവരെ ഞാൻ വെറുതെ ഇങ്ങനെ കുറേ, ഞാൻ അവരുടെ പിതാവിനെയും മാതാവിനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്മരിച്ചായിരുന്നു. എനിക്ക് തെറ്റുപറ്റി. ഇന്ദിരാ കട്ടാണ്. ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്തുണ്ടായിരുന്ന പവർ കട്ടും വലതുപക്ഷം വന്നപ്പോൾ ഉണ്ടായത് ഇന്ദിരാ കട്ടുമാണ്. ഈ വ്യത്യാസം നമുക്കുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കണമെന്നേ. എനിക്ക് പറ്റിയ പോലത്തെ തെറ്റ് നിങ്ങൾക്ക് പറ്റാൻ പാടില്ല. ഞാൻ അതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഇത് ഇന്ദിരാ കട്ടും അത് പവർ കട്ടുമാണ്. പവർ കട്ടാണ് പ്രശ്നം. ഇന്ദിരാ കട്ട് 10-15 മിനിറ്റ്, അരമണിക്കൂറോ 1 മണിക്കൂറോ, ഒരു ദിവസം മുഴുവനായാലും ഒരു പ്രശ്നവും വേണ്ട. ഇന്ദിരാ കട്ടാണ്, നമ്മുടെ ഇന്ദിരാജിയുടെ കട്ടാണ്. നല്ല കട്ടാണ്, സൂപ്പർ കട്ട്. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിൽ പറയാൻ പറ്റാത്ത ഒരു ഗ്യാരണ്ടി, അല്ലെ ചെയ്യാൻ പറ്റാത്തൊരു ഗ്യാരണ്ടി മരിച്ച ഒരാളുടെ പേര് വെച്ചുകൊണ്ട് ഗ്യാരണ്ടി എന്നും വാറണ്ടി എന്നും മറ്റ് പല ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരിക്കുകയാണ്. അധികാരത്തിൽ വന്നിട്ട് ഇത്രയും നാളുകളായ സമയത്ത് തന്നെ, 2 മാസങ്ങൾ തികയ്ക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിനെ എന്താണോ ചാണ്ടി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തു വെച്ചിരുന്നത് അതേ രീതിയിലേക്ക് ആക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകൾ. എന്താണ് ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അവസ്ഥയെന്നും ഉമ്മൻചാണ്ടി ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവസ്ഥയെന്നും നമുക്കറിയാം. മണ്ണെണ്ണ വിളക്കും മെഴുകുതിരികളും ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വീടുകളിൽ നിറച്ച് വെച്ചിരുന്ന ആളുകളെ പറ്റി നമുക്കറിയാം. അന്ന് റേഷൻ കടയിൽ പോയാൽ അരി മേടിക്കുന്നതിനേക്കാൾ മുന്നിൽ മണ്ണെണ്ണയാണ് വാങ്ങുക. മണ്ണെണ്ണ കിട്ടാനില്ല, കാരണം എല്ലാവരും വന്ന് മേടിച്ചുകൊണ്ട് പോകും. പിന്നീട് മണ്ണെണ്ണയൊക്കെ മാറി മെഴുകുതിരി പോലും ഇടയ്ക്ക് ചില വീടുകളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു കറണ്ട് എന്തെങ്കിലും ഒരു സാങ്കേതിക തടസ്സം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു അറ്റകുറ്റപ്പണികൾ വന്നു കഴിഞ്ഞാൽ അന്ന് മാത്രം ഒരു കറണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടാവും. അന്ന് കത്തിക്കാൻ വേണ്ടി ആ മെഴുകുതിരി കാണും. ഈ മെഴുകുതിരിയുടെ കേസ് ഇടതുപക്ഷമുള്ള സമയത്തും മണ്ണെണ്ണ വിളക്കിൻ്റെ കേസ് നമ്മുടെ വലതുപക്ഷം ഭരിച്ചിരുന്ന സമയത്തെ പറഞ്ഞത്. ആ കാലത്തിലേക്ക് തന്നെ തിരികെ പോകാനായിട്ട് ശ്രമിക്കുന്ന നമ്മുടെ പൂക്കികൾ, വിസ്മയങ്ങളിൽ മറ്റൊന്ന് എന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാം. സണ്ണി ജോസഫ് എടുത്തു പറയുന്നത്, മന്ത്രി എൻ്റെ അടുത്ത്, ബാലൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയല്ല, നിങ്ങളിത് കൺട്രോൾ ചെയ്യണം. ഈ വൈകുന്നേരമുള്ള എല്ലാവരുടെയും വീടുകളിലുള്ള TV കാണൽ, ഫാനിടിയിൽ, ഇനി AC ഉള്ളവർ AC ഇടുക, വീടിൻ്റെ മുന്നിലുള്ള ലൈറ്റുകൾ, കൂടുതൽ ലൈറ്റ്, അലങ്കാര ലൈറ്റുകൾ ഇടുന്നത്, അതൊക്കെ നിർത്താൻ പറയണം. അതൊന്നും വേണ്ട, അതൊന്നും സമ്മതിക്കരുത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിനെ കട്ടുമുടിക്കുന്ന ആളുകളുടെ ഒരു പ്രവണതയാണ്. അതുകൊണ്ട് നിങ്ങളത് സഹകരിക്കുക എന്നാണ് നമ്മുടെ സണ്ണി ജോസഫ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു സണ്ണി ചേട്ടാ, പണി അറിയില്ല, നിർത്തി വേറെ വല്ല പണിക്കും പൊക്കൂടെ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നമ്മുടെ കൈരളി ചാനലിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ കണ്ടത്. മണിയാശാനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കൈരളി ചാനലായതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും സത്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിന് മുന്നിൽ ഇങ്ങനെ തലതിരിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആ സത്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. പവർക്കെട്ടിനെതിരായ വിമർശനങ്ങളൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. വേറെ ആരുമല്ല,
മണിയാശാനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. മണിയാശാൻ ഇപ്പോൾ അർജന്റീനയുടെ കളിയൊക്കെ കണ്ട് സുഖമായിരുന്നു ഇങ്ങനെ ചിരിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ, മണിയാശാൻ വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടം. ഈ പറയുന്ന എത്രയോ പ്രതിസന്ധികൾ, മഴയും വെയിലും വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ മറികടന്നാണ് മുന്നോട്ട് പോയത്. ആ കാലഘട്ടങ്ങളിലൊന്നും നാടിന്റെ വെളിച്ചം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പണിയെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 100% വൈദ്യുതി എന്ന നേട്ടത്തിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞത്. പക്ഷേ ആ മനുഷ്യന് എന്തൊക്കെ അപമാനങ്ങളാണ് സഹിക്കേണ്ടി വന്നത്. ആ മനുഷ്യന്റെ ഭാഷയുടെ പേരിൽ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ നിറത്തിന്റെ പേരിൽ ഈ പറയുന്ന ഇന്നത്തെ വൈദ്യുത വകുപ്പ് മന്ത്രിയുടെ, ഇന്നത്തെ സർക്കാരിന്റെ, കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ എത്രയോ ആ മനുഷ്യനെ വേട്ടയാടി, എത്രയോ മനുഷ്യനെ പരിഹസിച്ചുവല്ലേ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല കേട്ടോ, കൊടുത്താൽ അങ്ങിരിട്ടിയിലും കിട്ടുമെന്ന് ഇപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫിന് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. സണ്ണി ജോസഫിനൊക്കെ വലിയ വിദ്യാഭ്യാസവും വലിയ യോഗ്യതകളും ഒക്കെ ഉണ്ട്, കണ്ടാൽ ഇപ്പോഴും ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ കറണ്ടിന്റെ കാര്യം ചോദിച്ചാൽ അപ്പോൾ ഓടി രക്ഷപ്പെട്ട് കളയും. അതാണ് അവസ്ഥ. ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടാൽ ആകെ പറയുന്നത് ഇന്ന് കറണ്ട് കെട്ടുണ്ടാകുമെന്നാണ്. മണിയാശാൻ മന്ത്രിയായിരുന്ന കാലത്ത് ഒരിക്കൽ പോലും മാധ്യമങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു അറിയിപ്പ് നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. കറണ്ട് കെട്ടുണ്ടാകുമെന്നൊരു വാക്കോ അല്ലെങ്കിൽ കറണ്ട് കെട്ടോ ആ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മണിയാശാൻ ഇങ്ങനെ നിറഞ്ഞു ചരിക്കുന്നുണ്ട്. സത്യമാണല്ലേ, എല്ലായ്പ്പോഴും നേര് പറയുന്ന, സത്യത്തിനൊപ്പം പറയുന്ന, എല്ലാം തുറന്നു പറയുന്ന, അഭിനയിക്കാൻ അറിയാത്ത ആളുകളെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ആ ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ കാണുന്നത്. ഇനിയും സണ്ണിച്ചായൻ്റെ കുറച്ച് വിസ്മയങ്ങൾ കാണണ്ടേ, കണ്ടു നോക്കാം. എന്തിലൊക്കെയാണ് അദ്ദേഹം നിബന്ധനകൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള മേഖലകളെന്നും ഒക്കെ അദ്ദേഹം പറയുന്നൊരു വീഡിയോ ആണ്, കണ്ടു നോക്കാം. ഇന്നലെ ഒരു കേന്ദ്ര സംഘം തലസ്ഥാനത്ത് വന്നിരുന്നു. അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ്. പക്ഷെ അവര് സംസ്ഥാന മധ്യേ പറഞ്ഞ ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി എല്ലാ സംസ്ഥാനങ്ങളും നേരിടുന്നതാണ്. അത് പരിഹരിക്കുന്നതിനെ കുറിച്ച് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്, നമ്മള് എയർ കണ്ടീഷൻ ഇടുമ്പോൾ അത് 27 ഡിഗ്രി സെൽഷ്യസിൽ താഴരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു 25 ഡിഗ്രി ആയിട്ടെങ്കിലും നമ്മുടെ AC ഫിറ്റ് ചെയ്യണം. 2 ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രി കാലങ്ങളിൽ ഉപയോഗം കുറയ്ക്കണം. എന്നോട് മുൻ വൈദ്യുതി മന്ത്രി നമ്മുടെ AK ബാലൻ തന്നെ ഒരു ട്രെയിൻ എന്തൊരു ദീർഘവീക്ഷണമാണല്ലേ. മെയിൻ സ്വിച്ച് കൂടി ഓഫാക്കാൻ പറയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടിലെ AC-യിലൊക്കെ 27 താഴെ പോകാൻ പാടില്ല എന്ന് കേന്ദ്രം പറഞ്ഞു എന്ന്. ആരൊക്കെ തമ്മിലാണ് ഡീലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം സണ്ണിച്ചായൻ വന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ആയി അല്ലേ. ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരന്മാരുള്ള ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള ആളുകൾ വന്നു. അവർ പറഞ്ഞത് കേരളത്തിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇത്രയൊക്കെ ചെയ്താൽ മതി, ഇതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യണ്ട എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ഞങ്ങളത് അനുസരിക്കുകയും ചെയ്തു, അതേപടി അനുസരിക്കുകയും ചെയ്തു. പച്ചവെള്ളം പോലും ചവച്ചരച്ച് കുടിക്കുന്ന ഞങ്ങൾ അവർ പറയുന്നതും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മതി. കേരളത്തിലെ ജനങ്ങളെ പറ്റി തീരുമാനിക്കുന്നല്ല, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പോലും, മൗലിക അവകാശങ്ങളിൽ പെടുന്ന പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് കേന്ദ്രവും ഞങ്ങൾ പൂക്കികളുമൊക്കെയാണ്. ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് പോകാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, ഇല്ലെങ്കിൽ വീടും പൂട്ടിക്കെട്ടി പുറത്തു പോകണം ഹേ എന്നാണ് സണ്ണിച്ചായൻ പറയുന്നത്. അല്ല സണ്ണിച്ചായ, അങ്ങനെയല്ല സണ്ണിച്ചായൻ പറയുന്നത്. ഇവിടെ ലൈറ്റ് ഇടാൻ പാടില്ല, ഇസ്തിരിപ്പെട്ടി ഓണാക്കാൻ പാടില്ല, പിന്നെ തുണിയൊക്കെ തേക്കണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ചിരട്ടയിട്ട് ഇങ്ങനെ ഊതി വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതുപോലെ ചെയ്യണമെന്നാണ് പറയുന്നത്. വോട്ട് ചെയ്തവരെയൊക്കെ നല്ല രീതിയിൽ ഊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ സണ്ണിച്ചായനും കൂട്ടുകാളികളും. വിസ്മയങ്ങളുടെ അങ്ങേയറ്റം, വേറെ ലെവൽ വിസ്മയം. പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം ഇലക്ഷൻ്റെ സമയമൊക്കെ ആയപ്പോൾ ഒരു 10 മിനിറ്റ്, അത് വേനലിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ചോറ് നിന്ന് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് നല്ല ബുദ്ധിയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു വരൾച്ച നേരിട്ട സമയങ്ങളായിരുന്നു ഈ കഴിഞ്ഞ വർഷം അല്ലേ. വലിയ രീതിയിൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മളെല്ലാവരും ഉരുകി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉരുകി എല്ലും പൊടിയായി പോകുന്ന ഒരു വെയിലായിരുന്നു, അല്ലെ ചൂടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് അന്ന് ഒരു 10 മിനിറ്റ് മാത്രം ഒരു പവർ കട്ട് കൊണ്ടുവച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ ആ ഒരു കഴിവിനെയാണ് ഇന്ന് മഴക്കാലമുള്ളപ്പോൾ പവർ കട്ട് കൊണ്ടെന്ന് വെച്ച് ഇവരുടെ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ഈ വെയിലിൻ്റെ ചൂട് എത്രത്തോളമാണെന്നും വെയിലിൻ്റെ തീവ്രത എത്രത്തോളമാണെന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പുറത്ത് പോകേണ്ട ആളുകളാണ്. എപ്പോഴും കാറിൽ മാത്രം സഞ്ചരിക്കുന്ന ആളുകളൊന്നുമല്ല, നമ്മൾ ബൈക്കിൽ മാത്രം പോകുന്ന ആളുകളാണ്, നടന്നു പോകുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെയിലിൻ്റെ തീവ്രതയും വെയിലിൻ്റെ ഒരു ആഘാതം എത്രത്തോളം ഏൽക്കുമെന്നും ഒക്കെ കൃത്യമായിട്ട് ബോധ്യമുണ്ടെന്നേ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകാൻ വരുന്ന മക്കളെ, നീയൊക്കെ ഒന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം പവർ കട്ട് എന്ന് പറയുന്ന സാധനം ഇല്ലാത്തൊരു കേരളത്തിൽ ഇന്നിതാ ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്.
ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് രാവിലെയാണ്, പക്ഷേ ഞാനിപ്പോൾ കറക്റ്റ് സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തും കറണ്ട് പോയിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത്. തോന്നുന്ന സമയങ്ങളിൽ തോന്നുന്ന പോലെ കറണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതൊരവസ്ഥയാണ്. ഇതെല്ലാം അംഗീകരിക്കാനും ഇതെല്ലാം ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഉദാരമനസ്കരായിട്ടുള്ള മഹാമനസ്കരായിട്ടുള്ള കേരളത്തിലെ നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമേ ഉള്ളൂ. അടിച്ചു പൊളിക്കാം. ഇനിയും നമുക്ക് ഇന്ദിരാ കട്ടിനെ വരവേൽക്കാം. ഇന്ദിരാ കട്ട് നമുക്ക് ആഘോഷമാക്കാൻ വേണ്ടി എല്ലാ ദിവസവും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഫ്യൂസ് ഊരി കയ്യിൽ വെച്ച് സന്തോഷത്തോടെ പാട്ടും പാടിയിരിക്കാം. അതാണ് നല്ലത്. അതേ പറ്റൂ.